അമാൻ എന്നേക്കുമായി യാത്രയായി. പക്ഷെ സ്വന്തം കരൾ പകുത്തു നൽകിയ ഉമ്മയുടെ കരളിൽ അവൻ എന്നുമുണ്ടാകും, നീറുന്ന ഓർമ്മയായി. ഒപ്പം ആ പ്രാണൻ രക്ഷിക്കാൻ പ്രാർത്ഥനയോടെ കൂടെ നിന്ന നാടിൻ്റെ നെഞ്ചിലും അവൻ മരിക്കില്ല. മുത്തൂർ ബൈപ്പാസിന് സമീപം പരേതനായ മാടക്കൽ അഫ്സലിൻ്റെയും അന്നാരയിലെ കാഞ്ഞിരപ്പറമ്പിൽ ജാസ്മിൻ്റെയും ഏകമകൻ 5 വയസ്സുകാരനായ അമാനാണ് ഉമ്മയുടെയും നാടിൻ്റെയും പ്രാർത്ഥനകൾ വിഫലമാക്കി മരണത്തിന് കീഴടങ്ങിയത്. അമാന് ജനിക്കുമ്പോൾ തന്നെ കരൾ രോഗമുണ്ടായിരുന്നു. ശസ്ത്രക്രിയ ചെയ്ത് കരൾ മാറ്റിവെക്കുക മാത്രമാണ് പ്രതിവിധിയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ജാസ്മിൻ കരൾ നൽകാൻ അപ്പോഴേ തയ്യാറായി. നവകേരള സദസ്സിൽ അപേക്ഷിച്ചതനുസരിച്ച് ഹൃദ്യം പദ്ധതിയിലൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അമാന്റെ കരൾ മാറ്റിവെച്ചു. ശസ്ത്രക്രിയ കഴിഞ്ഞ് 15 ദിവസം വരെ കുഴപ്പമൊന്നുമുണ്ടായില്ല. എന്നാൽ പിന്നീട് അമാന്റെ തലയ്ക്കുള്ളിൽ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവമുണ്ടായി. വിട്ടുമാറാത്ത കഫക്കെട്ടും. മെഡിക്കൽ കോളേജിൽ പരമാവധി നോക്കിയിട്ടും മാറ്റം വരാതെ കണ്ടപ്പോൾ അമാനെ എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അമാനെ അവിടെ വെന്റിലേറ്ററിലാക്കി. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു വന്നതിനാൽ തലയിലെ ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞില്ല. ഓരോ ദിവസവും നില വഷളായി വന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 മരണം സംഭവിച്ചു. ഏഴൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. നാട്ടുകാരുടെ സാന്ത്വന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 10 ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്താണ് അമാന് ചികിത്സ നൽകിയത്. അമാന്റെ പിതാവ് അഫ്സൽ 3 മാസം മുൻപാണ് മരിച്ചത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.